ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 3-ാം അധ്യായം. നാരദ ഉവാച. ഹിരണ്യകശിപൂ രാജൻ അജേയമജരാമരം ആത്മാനമപ്രതിദ്വന്ദ്വം ഏകരാജം വ്യതിൽസിത. നാരദൻ അരുളി ചെയ്തു, ഹിരണ്യകശിപു ജരാമരണാദികൾ ഇല്ലാതെയാക്കുവാൻ ഉദ്ദേശിച്ച് ചെയ്ത തപസ്സിൻ്റെ സ്വരൂപത്തെയും വലത്തെയും ശ്രീനാരദൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നതാണ് 3-ാം അധ്യായത്തിലടങ്ങിയ വിഷയം. ലോകത്തിൽ സാധുജനങ്ങളെയും ബ്രാഹ്മണരെയും ദ്രോഹിപ്പാൻ ഭൃത്യന്മാരെ നിയോഗിച്ചു. തത്വോപദേശത്താൽ മാതാവിനെയും ഭ്രാതൃപത്നിപുത്രന്മാരെയും സമാശ്വസിപ്പിച്ചു. അതിൽ പിന്നെ ഹിരണ്യകശിപു എന്തു ചെയ്തുവെന്ന് നാരദൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നു. ഹേ രാജാവേ, ഹിരണ്യകശിപു ആത്മാവിനെ തന്നെ ശത്രുക്കൾക്ക് ജയിക്കാൻ കഴിയാതെയും ജരയും മരണവുമില്ലാതെയും എതിരാളിയില്ലാതെയും ത്രിലോകങ്ങളിലും ആധിപത്യമുള്ള ഏക രാജാവായിട്ടും ആക്കണം എന്നിച്ഛിച്ചു. സതേബേ മന്ദരദ്രോണ്യം തപ പരമദാരുണം ഊർധബാഹുർനഭോ ദൃഷ്ടിഃ പദാങ്കുഷ്ടാശ്രിതാവനിഃ ജഡാദീദിതിബീരേജേ സംവർത്താർക്ക ഇവാംശുഭിഃ തസ്മിൻ സ്തപ്തസ്തപ്യമാനേ ദേവാസ്ഥാനാനി ബേജിരേ. ഉദ്ദേശിച്ച കാര്യം സാധിക്കാൻ വേണ്ടി തപസ്സു ചെയ്യുക തന്നെ എന്ന് നിശ്ചയിച്ചു. മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ചെന്നു. കൈകൾ ഉയർത്തിപ്പിടിച്ച് നേത്രങ്ങൾ ആകാശത്തിൽ ഉറപ്പിച്ചു. പാദാങ്കുഷ്ടത്താൽ മാത്രം ഭൂമിയെ സ്പർശിച്ചു. ഇങ്ങനെ പരമഘോരമായ തപസ്സു ചെയ്തു. കാലം വളരെ കഴിഞ്ഞു. ജടകളിൽ നിന്ന് പുറപ്പെടുന്ന കാന്തികൾ കൊണ്ട് കിരണങ്ങളെ കൊണ്ട് പ്രളയമുണ്ടാക്കുന്ന സൂര്യൻ എന്ന പോലെ ശോഭിച്ചു. ഇപ്രകാരം ഹിരണ്യകശിപു തപസ്സു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ഥാനം വിട്ട് ഭൂലോകത്തിൽ സഞ്ചരിച്ചിരുന്ന ദേവന്മാർ സ്വസ്ഥാനങ്ങളിൽ ചെന്നു വസിച്ചു. തസ്യ മൂർധ്ന സമുദ്ഭൂതഃ സധൂമോഗ്നിസ്തപോമയഃ തിര്യഗൂർധമദോ ലോകാൻ തപത് വിശ്വഗിരീതഃ. ശ്വാസനിരോധശക്തിയാൽ സ്വശരീരത്തിലെ അഗ്നി മൂലാധാരത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ മൂർധാവിൽ കൂടി ബഹിർലോകത്തിൽ വ്യാപിച്ചു. തപോമയമായ ആ അഗ്നി വിലങ്ങത്തിലും മുകളിലേക്കും കീഴ്ലോകങ്ങളിലേക്കും 4 ഭാഗത്തും വ്യാപിച്ചു. എല്ലാ ലോകങ്ങളെയും ദഹിപ്പിച്ചു. ചുക്ഷുഭുർനദ്യുതന്വന്തഃ സദ്വിഭാദ്രിശ്ചജാലഭൂഃ നിവേദു സഗ്രഹാസ്താര ജജ്ജുലുശ്ച ദിശോ ദശ. നദികൾ, സമുദ്രങ്ങൾ മുതലായ ജലസ്ഥാനങ്ങൾ ക്ഷോഭിച്ചു. ദീപങ്ങളും പർവ്വതങ്ങളും അടങ്ങിയ ഭൂമി ഇളകിത്തുടങ്ങി. ശുക്രാദി ഗ്രഹങ്ങളോടുകൂടിയ നക്ഷത്രങ്ങൾ സ്വസ്ഥാനങ്ങളിൽ നിന്ന് നിപതിച്ചു. 10 ദിക്കുകളും തപോമയാഗ്നിയാൽ ജ്വലിച്ചു. തേന തപ്താദിവം തെക്ത്വാ ബ്രഹ്മലോകം യയുസുരാഃ ധാത്രേ വിജ്ഞാപയാമാസുർദേവദേവ ജഗത്പദേ ദൈത്യേന്ദ്ര തപസാ തപ്ത ദിവിസ്താതും ന ശക്നുമഃ തസ്യ ചോപശമം ഭൂമൻ വിദേഹേതി മന്യസേ ലോകാനയാവന്നങ്ക്ഷ്യന്തി ബലിഹാരാസ്തവ പ്രഭോ. ഹിരണ്യകശിപുവിൻ്റെ തപോമയാഗ്നിയാൽ തപിച്ചിരിക്കുന്ന ദേവന്മാർ സ്വർഗലോകത്തെ ഉപേക്ഷിച്ചു. അതിൽ നിന്നും അത്യുന്നത സ്ഥാനത്തിലിരിക്കുന്ന സത്യലോകം പ്രാപിച്ചു. ബ്രഹ്മാവിനോട് സങ്കടം ബോധിപ്പിച്ചു. ഹേ ദേവദേവ, ലോകനാഥ, പ്രഭോ, സർവവ്യാപക, അസുരാധിപനായ ഹിരണ്യകശിപുവിൻ്റെ തപോമയാഗ്നിയാൽ തപിക്കുന്ന ഞങ്ങൾക്ക് സ്വർഗലോകത്തിലിരിക്കാൻ നിവർത്തിയില്ല. അങ്ങയെ പൂജിക്കുന്ന ലോകവാസികളെല്ലാം നശിക്കുന്നതിനു മുമ്പ് അതിൻ്റെ പ്രതിശാന്തി ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് തിരുവുള്ളത്തിൽ തോന്നുന്ന പക്ഷം കാലതാമസം ഒട്ടും വരുത്താതെ ചെയ്യണം. തസ്യായം കില സങ്കൽപശ്ചരതോ ദുശ്ചരം തപഃ ശ്രൂയതാം കിം ന വിദിത് അസ്ത്വം അഥാഭിനിവേദിതഃ. അതികഠിനമായ തപസ്സാചരിക്കുന്ന ഹിരണ്യകശിപുവിൻ്റെ ഈ സങ്കല്പം അങ്ങറിയാത്തതല്ല. എങ്കിലും ഞങ്ങൾ ഉണർത്തിക്കുന്നത് കേൾക്കണം. അറിഞ്ഞിരിക്കുന്നതിനെ എന്തിനായി ഉണർത്തിക്കുന്നുവെന്നാൽ ആവർത്തിച്ചു പറഞ്ഞിട്ട് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഹിരണ്യകശിപുവിനെക്കുറിച്ച് കോപം വർദ്ധിപ്പിക്കണമെന്നാണ് ദേവന്മാരുടെ വിചാരം. സൃഷ്ട്വാ ചരാചരമിദം തപോയോഗസമാധിന അദ്യാസ്തേ സർവദിഷ്ണേഭ്യഃ പരമേഷ്ടി നിജാസനം
തദഹം വർദ്ധമാനേന തപോയോഗസമാധിന കാലാത്മനോശ്ച നിത്യത്വാത് സാധയിഷ്യേ തദാത്മനഃ. ബ്രഹ്മദേവൻ സർവ്വലോകങ്ങളിലും വെച്ച് ഉന്നതമായ സത്യലോകത്തിൽ സർവേശ്വരനായിട്ട് വസിക്കുന്നു. ചരാചരാത്മകമായ ലോകത്തെ അദ്ദേഹം സൃഷ്ടിക്കുന്നു. ഇതെല്ലാം സാധിക്കുന്നത് തപസ്സിലും യോഗത്തിലുമുള്ള നിഷ്ഠയുടെ ബലമായിട്ടാണ്. ഞാനും ക്രമത്തിൽ അധികരിപ്പിക്കുന്ന എൻ്റെ തപോയോഗ സമാധിയുടെ ബലമായി സിദ്ധിക്കുന്ന മാഹാത്മ്യത്തെ ആശ്രയിച്ചിട്ട് ബ്രഹ്മാവിൻ്റെ ആ നില പ്രാപിക്കും. ബഹുകോടി വർഷം ചെയ്ത തപസ്സിൻ്റെ ഫലമാണ് ബ്രഹ്മാവിന് ലഭിച്ചിരിക്കുന്നത്. എനിക്ക് അത്ര കാലം ജീവിച്ചിരിക്കാൻ തന്നെ സാധിക്കുകയില്ലല്ലോ എന്നുള്ള അധൈര്യവും എനിക്കില്ല. എന്തുകൊണ്ടെന്നാൽ കാലത്തിനും ആത്മാവിനും നാശമില്ലല്ലോ. ഈ ശരീരം നശിക്കും, ആത്മാവ് നശിക്കയില്ല. കാലവും അവസാനിക്കുകയില്ല. തപസ്സിലിരുന്നു കൊണ്ട് തന്നെ ഈ ശരീരം നശിച്ചാൽ തപസ് ചെയ്യുവാനുള്ള അതിശക്തിയും വാസനയുമുള്ള മറ്റൊരു ശരീരം ലഭിക്കും. ആ ശരീരം കൊണ്ട് തപസ് ചെയ്യും. ഇങ്ങനെ എത്ര ജന്മം കൊണ്ടെങ്കിലും ഞാൻ ബ്രഹ്മാവിൻ്റെ നിലയെത്താതെ തപസ്സു മതിയാക്കുകയില്ല. അന്യതേദം വിദാസ്യേഹം അയഥാ പൂർവമോജസ കിമന്യേ കാലനിർദൂതൈഃ കൽപ്പാന്തേ വൈഷ്ണവാദിഭിഃ. അങ്ങനെ തപപ്രഭാവത്താൽ ബ്രഹ്മസ്ഥാനം സിദ്ധിച്ചാൽ എന്താണ് ഭാവം എന്നത് കാണിക്കുന്നു. ഇപ്പോൾ ലോകം ഏതുവിധമിരിക്കുന്നുവോ ഈ സമ്പ്രദായത്തെ എല്ലാം മാറ്റി പുതിയ രീതിയിലാക്കി തീർക്കുന്നുണ്ട്. അപ്പോൾ ദേവന്മാരായവരെ അസുരന്മാരായിട്ടും അസുരന്മാരെ ദേവന്മാരായിട്ടും പുണ്യമെന്ന് വിചാരിക്കുന്ന ആചാരങ്ങളെ പാപമാക്കിയിട്ടും പാപത്തെ പുണ്യമാക്കിയിട്ടും മുമ്പത്തെ രീതിയെല്ലാം മാറ്റണം. ആ ശക്തിയും ആ സ്ഥാനവും സമ്പാദിക്കുക തന്നെ വേണം. ധ്രുവാദി വിഷ്ണുലോകങ്ങളെല്ലാം കൽപ്പകാലത്തിൽ നശിക്കുന്നവയാകയാൽ അവ സമ്പാദിപ്പാനുള്ള സങ്കല്പം ശ്ലാഘ്യമല്ല. ഇതി ശുശ്രുമനിർബന്ധം തപ പരമമാസ്ഥിതഃ വിദൽസ്വാനന്തരം കൃത്യം സ്വയം ത്രിഭുവനേശ്വരഃ. ഇപ്രകാരമുള്ള നിർബന്ധം വെച്ചുകൊണ്ടാണ് കഠിന തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. അങ്ങ് ത്രിലോകനാഥനാണല്ലോ. അങ്ങയുടെ സ്ഥാനത്തെ അപഹരിക്കാൻ ശ്രമിക്കുന്നതിനെ മുടക്കുവാൻ വേണ്ടുന്ന കാര്യത്തെ കാലവിളംബം കൂടാതെ ചെയ്താലും. തവാസനം ദ്വിജഗവാം പാരമേഷ്ട്യം ജഗത്പദേ ഭവായ ശ്രേയസേ ഭൂത്യേ ക്ഷേമായ വിജയായ ച. ഹേ ജഗത്പദേ, അങ്ങയുടെ ലോകോത്കൃഷ്ടമായ സ്ഥാനം ബ്രാഹ്മണർക്കും പശുക്കൾക്കും സുഖത്തിനും ഉത്പത്തിക്കും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും ഉത്കർഷത്തിനും കാരണമായിരിക്കയാൽ അസുരാക്രമണത്തിൽ നിന്ന് അതിനെ സംരക്ഷിക്കാതിരുന്നാൽ സാധുക്കൾക്ക് പരമസങ്കടമായിരിക്കും. ഇതി വിജ്ഞാപിതോ ദേവൈർഭഗവാൻ ആത്മഭൂർനൃപ പരീതോ ഭൃഗുദക്ഷാദ്യൈർ യയൗ ദൈത്യേശ്വരാശ്രമം. ദേവന്മാർ ഇപ്രകാരം അറിയിച്ചപ്പോൾ അതിനു മുമ്പ് തന്നെ എല്ലാം അറിഞ്ഞിരിക്കുന്ന ഭഗവാൻ ബ്രഹ്മദേവൻ ഭൃഗു, ദക്ഷൻ മുതലായ പ്രജാപതികളോടുകൂടി ഹിരണ്യകശിപു തപസ്സു ചെയ്യുന്ന സ്ഥാനത്തെ പ്രാപിച്ചു. നദദർശ പ്രതിച്ഛന്നം വത്മീകതൃണകീജകൈഃ പീലികാഭിരാചീർണമേതസ്ത്വങ്മാം സശോണിതം തപന്തം തപസാ ലോകാൻ യഥാ പ്രാപിഹിതം രവീം വിലക്ഷ്യ വിസ്മിതപ്രാഹ പ്രഹസൻ ഹംസവാഹനഃ. ശരീരസ്മരണ കൂടാതെ ബഹുകാലമായി തപസ്സു ചെയ്യുന്ന ഹിരണ്യകശിപുവിൻ്റെ ശരീരത്തെ പുറ്റ്, പുല്ല്, മുളങ്കാട് എന്നിവ കെട്ടിപ്പടർന്ന് മറച്ചിരിക്കുന്നു. ഉറുമ്പുകൾ ശരീരത്തിലുള്ള മേധസ്, ത്വക്ക്, മാംസം, രക്തം എന്നിവയെ മിക്കതും തിന്നു തീർത്തിരിക്കുന്നു. അതികഠിനമായ തപസ്സാകുന്ന അഗ്നിയാൽ സർവ്വലോകങ്ങളെയും തപിപ്പിക്കുന്ന അവനെ മേഘങ്ങളാൽ മറയ്ക്കപ്പെട്ട സൂര്യബിംബത്തെ എന്ന പോലെ ഒന്നാമത്തെ നോട്ടത്തിൽ കണ്ടില്ല. പിന്നെ സൂക്ഷിച്ചു നോക്കി കണ്ടു. തപസ്സിൻ്റെ ഉഗ്രതയോർത്ത് വിസ്മയിച്ച ബ്രഹ്മദേവൻ ഹിരണ്യകശിപുവിനെക്കുറിച്ചുള്ള അനുഗ്രഹബുദ്ധിയെ മന്ദസ്മിതത്താൽ പ്രകാശിപ്പിച്ചും കൊണ്ട് പറഞ്ഞു. ബ്രഹ്മോവാച ഉത്തിഷ്ഠോത്തിഷ്ഠ ഭദ്രം തേ തപസ്സിദ്ധോസി കാശ്യപ വരദോഹമനുപ്രാപ്തോ വ്രീയതാമീപ്സിതോ വരഹ. ബ്രഹ്മാവ് അരുളി ചെയ്തു, ഹേ കശ്യപസുത, നിന്റെ തപസ് സഫലമായിരിക്കുന്നു. നിനക്ക് മംഗളം ഭവിക്കട്ടെ. തപസ്സിൽ നിന്ന് എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. വരദാനം ചെയ്യുന്ന ഈശ്വരനായ ഞാനിതാ നിന്റെ സമീപത്ത് വന്നിരിക്കുന്നു. അഭീഷ്ടവരം വരിച്ചുകൊള്ളുക. അദ്രാക്ഷമഹമേ ദത്തേ ഹൃത്സാരം മഹദദ്ഭുതം ദംശഭക്ഷിതദേഹസ്യ പ്രാണാഹ്യസ്തിഷു ശേരതേ. നിന്റെ ധൈര്യം അത്യന്തം ആശ്ചര്യം ജനിപ്പിക്കുന്നതാണെന്ന് ഞാൻ കണ്ടറിഞ്ഞു. എങ്ങനെയെന്നാൽ ഈച്ചകൾ, ഉറുമ്പുകൾ മുതലായ പ്രാണികൾ തിന്നു തീർത്തിരിക്കുന്ന മാംസരക്താദികളോടുകൂടിയ നിന്റെ ശരീരത്തിൻ്റെ എല്ലുകളെ ആശ്രയിച്ച് പ്രാണങ്ങൾ നിലനിൽക്കുന്നു.
നൈതത്പൂർവർഷയശ്ചക്രുർന കരിഷ്യന്തി ചാപരേ നിരംബുർധാരയേത് പ്രാണാൻ കോ വൈ ദിവ്യസമാശതം. ഇത്ര കഠിനമായ തപസ് ഭൃഗ്വാദികളായ പൂർവർഷികൾ ആരും ചെയ്തിട്ടില്ല. ഇന്നുള്ള മറ്റൊരുവരാലും ചെയ്യുവാൻ കഴിയുകയുമില്ല. ജലം പോലും പാനം ചെയ്യാതെ 100 ദിവ്യ സംവത്സരക്കാലം പ്രാണങ്ങളെ ധരിക്കുവാൻ ശക്തനാരുണ്ട്? ഒരുവനുമില്ല. വ്യവസായേന തേനേന ദുഷ്കരേണ മനസ്വിനാം തപോനിഷ്ഠേന ഭവതാ ജിതോഹം ദിതിനന്ദന. ഹേ ദിതിപുത്ര, മനസ്സിനെ സ്വാധീനപ്പെടുത്തിയിരിക്കുന്ന ധീരന്മാർക്കുകൂടി അനുഷ്ഠിക്കാൻ സാധിക്കാത്ത ഈ പരിശ്രമത്താൽ തന്നെ ഞാൻ നിനക്ക് വശനായിരിക്കുന്നു. തപസ്സിൽ ഇത്ര സ്ഥിരതയോടുകൂടിയ ഭവാൻ എന്നെ വിശേഷിച്ചും വശനാക്കി എന്ന് പിന്നെ പറയേണ്ടതില്ലല്ലോ. തതസ്ഥ ആശിഷ സർവാ ദദാമ്യസുരപുങ്കവ മർത്യസ്യ തേ അമർത്യസ്യ ദർശനം ന ബലം മമ. ഞാൻ നിന്നിൽ സന്തോഷിച്ചിരിക്കുന്നതുകൊണ്ട് ഹേ അസുരശ്രേഷ്ഠ, നിന്റെ എല്ലാവിധങ്ങളായ കാമങ്ങളും സാധിപ്പിക്കുന്നുണ്ട്. നശിക്കുന്ന ശരീരത്തോടുകൂടിയ നീ നാശരഹിതനായിരിക്കുന്ന എന്നെ കണ്ടത് വ്യർത്ഥമായി ഭവിക്കുമെന്ന് സംശയിക്കേണ്ട. നാരദ ഉവാച. ഇത്യുക്താദിഭവോ ദേവോ ഭക്ഷിതാംഗം പിപീലികൈഃ കമണ്ഡലുജലേനൗഷദ്ദിവ്യേനാമോഘരാതസാ. നാരദൻ പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ സകലാഭിഷ്ടങ്ങളെയും സാധിപ്പിക്കുവാൻ സമർത്ഥവും ദിവ്യവുമായിരിക്കുന്ന കമണ്ഡലു ജലം കൊണ്ട് ഈച്ചകൾ, ഉറുമ്പുകൾ എന്നീ പ്രാണികളാൽ ഭക്ഷിക്കപ്പെട്ട ശരീരമാംസാദികളോടുകൂടിയ ഹിരണ്യകശിപുവിൻ്റെ ശരീരത്തിന് പൗഷ്കല്യമുണ്ടാവാൻ സങ്കൽപ്പിച്ച് പ്രോക്ഷണം ചെയ്തു. സതത്കീജകവൽമീകാത് സഹ ഓജോ ബലാന്വിതഃ സർവാവയവസമ്പന്നോ വജ്രസംഹനനോ യുവ ഉത്തിതസ്തപ്തഹേമാഭോ വിഭാവസുരിവൈദസഃ. കമണ്ഡലുജലത്തിൻ്റെ അപ്രാകൃത മാഹാത്മ്യം പ്രകാശിപ്പിക്കുന്നു. ബ്രഹ്മദേവൻ കമണ്ഡലുജലം ശരീരത്തിൽ തളിച്ചതുകൊണ്ട് തന്നെ മുളങ്കാട്ടിലെ പുറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഹിരണ്യകശിപുവിൻ്റെ സർവ്വ അവയവങ്ങളും സമ്പൂർണമായ പുഷ്ടിയും ശോഭയുമുള്ളവയായി ഭവിച്ചു. മനഃശക്തി, ഇന്ദ്രിയപാടവം, ശരീരബലം എന്നിവയോടുകൂടിയും വജ്രം പോലെ ഉറപ്പോടുകൂടിയും തീയിലിട്ട് പഴിപ്പിച്ച തങ്കം പോലെ പ്രകാശത്തോടുകൂടിയും അരണയിൽ നിന്ന് പുറപ്പെട്ട അഗ്നി എന്ന പോലെയും യൗവനാവസ്ഥയോടുകൂടിയുമിരുന്നു. സനിരീക്ഷ്യാംബരേ ദേവം ഹംസവാഹമവസ്ഥിതം നനാമശിരസാ ഭൂമൗ തദ്ദർശനമഹോത്സവഃ. ബ്രഹ്മദേവൻ ഹംസവാഹനസ്ഥനായി ആകാശത്തിൽ നിൽക്കുന്നത് ഹിരണ്യകശിപു കണ്ടു. ആ കാഴ്ചയാൽ തന്നെ അടക്കുവാൻ കഴിയാത്ത ആഹ്ലാദമുണ്ടായി. ഭൂമിയിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ഉത്തായ പ്രാഞ്ജലി പ്രഹ്വ ഈക്ഷമാണോ ദൃശാ വിഭും ഹർഷാശ്രുപുളകോദ്ഭേദോ ഗിരാഗദ്ഗതയാ ഗൃണാത്. എഴുന്നേറ്റ് കൈകൾ ശിരസിൽ വെച്ച് തൊഴുതു. ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. കണ്ണുകൊണ്ട് ബ്രഹ്മാവിനെ നല്ലവണ്ണം നോക്കി. സന്തോഷാധിക്യത്താൽ നേത്രങ്ങളിൽ ജലം നിറഞ്ഞു. ശരീരത്തിൽ രോമാഞ്ചമുണ്ടായി. തടഞ്ഞുകൊണ്ട് പുറപ്പെടുന്ന അക്ഷരങ്ങളടങ്ങിയ വാക്കുകളോടെ സ്തുതിച്ചു. ഹിരണ്യകശിപുരുവാച. കൽപ്പാന്തേ കാലസൃഷ്ടേന യോന്തേന തമസാവൃതം അഭിവ്യനജഗതിദം സ്വയം ജ്യോതിസ്വരോജിഷ ആത്മനാ ത്രിവിധാഛേദം സൃജത്യവതിലുംബതി രജസത്വതമോധാംനേ പരായ മഹതേ നമഃ. ബ്രഹ്മദേവനിലും അന്തര്യാമിയായിരിക്കുന്ന പരമതത്വം യാതൊന്നോ അതുതന്നെയാണ് ബ്രഹ്മദേവൻ എന്നുള്ള അഭേദഭാവനയോടുകൂടി സ്തുതിക്കുന്നു. ഹേ പ്രഭോ, അങ്ങയുടെ ദിനരാത്രി രൂപമായ ദൈനംദിന പ്രളയത്തിൽ പ്രകൃതി ഗുണകാര്യമായ കാലത്താൽ സകല ലോകവും പ്രകൃതിയിൽ ലയിപ്പിക്കപ്പെടുമ്പോൾ ശുദ്ധ ശൂന്യപ്രായമായ നിബിഡ തമസ്സു മാത്രമായിരിക്കുന്ന ആ അവസ്ഥയിലും സ്വയമേവ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന യാതൊരുവൻ സ്വപ്രഭയാൽ ഈ സകല ലോകത്തെയും പ്രകാശിപ്പിക്കുന്നുവോ? രജോ ഗുണത്തിന് ആശ്രയമായിട്ട് സൃഷ്ടിയെയും സത്വഗുണത്തിന് ആശ്രയമായിട്ട് പാലനത്തെയും തമോ ഗുണത്തിന് ആശ്രയമായിട്ട് സംഹാരത്തെയും യാതൊരുവൻ നടത്തുന്നുവോ? സർവത്ര പരിപൂർണനും പുരുഷോത്തമനുമായ ആ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. നമ ആദ്യായ ബീജായ ജ്ഞാനവിജ്ഞാനമൂർത്തയേ പ്രാണേന്ദ്രിയ മനോബുദ്ധി വികാരേർവ്യക്തിമീയുഷേ. മുമ്പത്തെ 2 പദ്യത്തിൽ സ്വപ്രകാശത്വം, ജഗത്പ്രകാശകത്വം, തത്കാരണത്വം, തൽസൃഷ്ട്യാദികർത്തൃത്വം, മഹത്വം, പരമേശ്വരത്വം എന്ന 6 ഗുണങ്ങളെ സൂചിപ്പിച്ചിരിക്കുന്നു. വൃക്ഷത്തിന് വിത്തെന്ന പോലെ ലോകമാകുന്ന വൃക്ഷത്തിന് ബീജഭൂതനായ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ബീജത്വം എങ്ങനെയെന്നാൽ ലോകങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പുള്ളവൻ അങ്ങാകുന്നു.
ഈ വിശേഷങ്ങളാൽ ഈശ്വരൻ ലോകത്തിൻ്റെ നിമിത്ത കാരണമാണെന്ന് സൂചിപ്പിച്ചു. ജ്ഞാനവും വിജ്ഞാനവും യാതൊരുവൻ്റെ സ്വരൂപവും അവനായിക്കൊണ്ട് നമസ്കാരം. ജ്ഞാനം സ്വയമേവ പ്രകാശം, വിജ്ഞാനം വിഷയാകരമായ ജ്ഞാനം, വിഷയത്തെ പ്രകാശിപ്പിക്കുന്ന ഗുണം. സ്വയമേവ പ്രകാശിക്കുകയും ജഗത്തിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവൻ യാതൊരുവനോ അവനായിക്കൊണ്ട് നമസ്കാരം. പ്രാണങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പഞ്ചഭൂതങ്ങൾ ഈ വികാരങ്ങളെ കൊണ്ട് വ്യക്തിയെ പ്രാപിച്ചിരിക്കുന്നവൻ യാതൊരുവനോ അവനായിക്കൊണ്ട് നമസ്കാരം. ലോകത്തിൻ്റെ ഉപാദാരണ കാരണമായിരിക്കുന്നവൻ ഭഗവാനാണെന്നു സാരം. ത്വമീശിഷേ ജഗതസ്തസ്തുഷശ്ച പ്രാണേന മുഖ്യേന പതിപ്രജാനാം ചിത്തസ്യ ചിത്തേർമന ഇന്ദ്രിയാണാം പതിർമഹാൻ ഭൂതഗുണാശയേശഃ. മുമ്പത്തെ ശ്ലോകത്തിൽ ലോകത്തിൻ്റെ നിമിത്ത കാരണവും ഉപാദാന കാരണവും ഈശ്വരനാണെന്ന് കാണിച്ചു. ഈ പദ്യത്താൽ മഹത്വം, ഈശ്വരത്വം എന്ന രണ്ട് ഗുണത്തെ പ്രതിപാദിക്കുന്നു. അങ്ങ് സ്ഥാവര ജംഗമ സ്വരൂപത്തിലിരിക്കുന്ന ലോകത്തിൻ്റെ ഈശ്വരനാകുന്നു, നിയന്താവാകുന്നു. ഏതു രൂപത്തിൽ ഈശ്വരത്വം? മുഖ്യപ്രാണസ്വരൂപത്താൽ, സൂത്രാത്മാവ് എന്ന നിലയാൽ. അങ്ങ് പ്രജകളുടെ പതിയാകുന്നു, പ്രജകളെ നിലയ്ക്ക് നിർത്തുന്നവനാകുന്നു. പ്രജകളുടെ ചിത്തരൂപേണ പരിണമിച്ചിരിക്കുന്ന ചേതനയുടെയും മനസ്സിൻ്റെയും, മനസ്സിനാൽ നിയമിക്കപ്പെടുവാൻ യോഗ്യങ്ങളായ ഇന്ദ്രിയങ്ങളുടെയും പതിയാകുന്നു. അതുകൊണ്ട് അങ്ങുതന്നെ മഹാൻ. അതുകൊണ്ട് ആകാശാദിഭൂതങ്ങളുടെയും ശബ്ദാദി വിഷയങ്ങളുടെയും അവയിൽ പ്രവേശിക്കുന്ന വാസനകളുടെയും ഈശ്വരനും നിയാമകനും അങ്ങുതന്നെ. ഈ ഗുണങ്ങളുള്ളതുകൊണ്ട് അങ്ങുതന്നെ ലോകസ്രഷ്ടാവാകുന്നു. ത്വം സപ്തതന്തൂൻ വിദനോഷി തന്വാത്രയ്യാ ചാതുർഹോത്രക വിദ്യയാ ച ത്വമേക ആത്മാത്മവദാമനാദീരനന്തപാര കവിരന്തരാത്മാ. ഹേ ഭഗവൻ, 4 ഹോതാക്കൾ ചേർന്ന് നടത്തേണ്ട ചാതുർഹോത്രകം എന്ന് പേർ പറയുന്ന കർമ്മങ്ങളെ നടത്തേണ്ട ക്രമത്തെ വിവരിക്കുന്ന വേദമാകുന്ന അങ്ങയുടെ സ്വരൂപത്താൽ അങ്ങ് സപ്തവിധ കർമ്മങ്ങളെ വിസ്തരിച്ച് ലോകവാസികളെ ബോധിപ്പിക്കുന്നു. ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ അസദ്വാസനകൾ നശിക്കുകയും അഭീഷ്ടം സാധിക്കുകയും ചെയ്യുന്നതിനാൽ അങ്ങ് ലോകപാലകനായിരിക്കുന്നു. സകല പ്രാണികളിലും അന്തര്യാമിയും ജ്ഞാനസ്വരൂപനുമായിരുന്ന് ഓരോരുത്തരെയും സ്വവ്യാപാരങ്ങളിൽ ഏർപ്പെടുത്തുന്നതുകൊണ്ടും അങ്ങുതന്നെ ലോകപാലകൻ. എന്തുകൊണ്ടെന്നാൽ കാലം കൊണ്ടും ദേശം കൊണ്ടും വസ്തു കൊണ്ടുമുള്ള പരിച്ഛേദങ്ങൾ കൂടാതെ എല്ലാ കാലത്തിലും എല്ലാ ദേശത്തിലും എല്ലാ വസ്തുക്കളിലും വസിക്കുന്ന ജ്ഞാനസ്വരൂപനായ അഖണ്ഡ ചൈതന്യസ്വരൂപൻ അങ്ങാകുന്നു. അങ്ങയെ കൂടാതെ അന്യമായിട്ടൊന്നുമില്ല. അതിനാൽ അങ്ങുതന്നെ രക്ഷകൻ. ത്വമേവ കാലോ നിമിഷോ ജനാനാമായുർലവാദ്യ വയവൈഷിണോഷി കൂടസ്ഥ ആത്മാ പരമേഷ്ട്യജോ മഹാംസ്ത്വം ജീവലോകസ്യ ച ജീവ ആത്മാ. കാലസ്വരൂപേണ ലോകങ്ങളെ സംഹരിക്കുന്നവനും ഭഗവാൻ തന്നെ എന്ന് കാണിക്കുന്നു. കണ്ണടയ്ക്കാതെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലസ്വരൂപനായ അങ്ങ് ലവം, ത്രുടി, നിമേഷം, നാഴിക, ദിവസം, ആഴ്ച, പക്ഷം, മാസം, വർഷം എന്നീ അവയവങ്ങളെ കൊണ്ട് ജനങ്ങളുടെ ജീവിതാവധിയെ നിശ്ചയിച്ച് ലോകങ്ങളെ സംഹരിക്കുന്നു. സൃഷ്ടിയാദി വ്യാപാരങ്ങളെ നടത്തുന്നുവെങ്കിലും അങ്ങ് നിർവികാരനാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജന്മമരണാദികൾ അങ്ങയ്ക്കില്ല. ജീവാത്മാവ് ശരീരങ്ങളെ പരിഗ്രഹിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ജീവാത്മാക്കളെയും വ്യാപരിപ്പിക്കുന്ന അന്തര്യാമയായ അങ്ങാകട്ടെ ജ്ഞാനാനന്ദ സ്വരൂപനായ പരമേശ്വരനാകുന്നു. ത്വത്തപരം നാപരമപ്യനേജാദേജശ്ച കിഞ്ചിത് ദ്വിതിരക്തമസ്തി വിദ്യാകലാസ്തേ തനവശ്ച സർവാ ഹിരണ്യഗർഭോസി ബൃഹത്പൃഷ്ടഃ. നിർവികാരനും അജനുമാണെന്ന് പറഞ്ഞതിന് കാരണം കാണിക്കുന്നു. അങ്ങയെ കൂടാതെ കാരണമായിട്ടോ കാര്യമായിട്ടോ ഉത്കൃഷ്ടമായിട്ടോ നികൃഷ്ടമായിട്ടോ ജംഗമമായിട്ടോ സ്ഥാവരമായിട്ടോ ഉള്ള ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിൽ നിന്ന് അങ്ങ് ജനിച്ചുവെന്നും ആ വസ്തുവിൻ്റെ അധീനത്തിൽ ഇരിക്കുന്നവനാണെന്നും പറയാം. അങ്ങനെ ഒരു വസ്തു തന്നെ ഇല്ലെന്നിരിക്കയാൽ അങ്ങക്ക് ജന്മാദി വികാരങ്ങൾ എങ്ങനെ ഉണ്ടാകും? വസ്തുക്കൾ വേറെ ഇല്ലെന്നിരിക്കലും വസ്തുക്കളെ ബോധിപ്പിക്കുന്ന ശബ്ദബ്രഹ്മം എന്നെ കൂടാതെ വേറെയുള്ളതിനാൽ ഞാൻ ശബ്ദബ്രഹ്മത്തിന് അധീനനാകുന്നു എന്നും പറയുവാൻ കാരണമില്ല. വേദങ്ങൾ, ശാസ്ത്രങ്ങൾ മുതലായ ബോധക ശബ്ദങ്ങൾ സകലവും അങ്ങയുടെ സ്വരൂപങ്ങളാകുന്നു. ബ്രഹ്മാണ്ടം തന്നെ അങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഹിരണ്യഗർഭനെന്നും ബ്രഹ്മമെന്നും അങ്ങയ്ക്ക് പേരുണ്ടായത്.
നാമരൂപാത്മക പ്രപഞ്ചം സകലവും ത്രിഗുണത്തിൽ ഉൾപ്പെട്ടതും അങ്ങ് ത്രിഗുണാതീതനുമാകയാൽ അങ്ങയെ കീഴടക്കുവാൻ തക്ക പദാർത്ഥം യാതൊന്നുമില്ലാത്തതുകൊണ്ട് അങ്ങ് അജനും നിർവികാരിയുമാകുന്നു. വ്യക്തം വിഭോ സ്ഥൂലമിതം ശരീരം ഏനേന്ദ്രിയ പ്രാണമനോഗുണാസ്ത്വം ഭുങ്ക്ഷേ സ്ഥിതോ ധാമനി പാരമേഷ്ട്യ അവ്യക്താത്മാ പുരുഷപുരാണഃ. ബ്രഹ്മാണ്ഡമാകുന്ന ശരീരത്തിൽ ജീവസ്വരൂപനായ ഞാൻ എങ്ങനെ ബ്രഹ്മമാകും, എങ്ങനെ ഹിരണ്യഗർഭനാകും എന്നുള്ള ശങ്ക പരിഹരിക്കുന്നു. ബ്രഹ്മരൂപനായി ഭവിക്കുന്ന സ്വഭാവത്തോടു കൂടിയ അങ്ങയ്ക്ക് 2 രൂപങ്ങളുണ്ട്, വ്യക്തം അവ്യക്തം. ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ് എന്നിവയുടെ വിഷയങ്ങളെ അനുഭവിക്കുന്നതിനുപയോഗിക്കുന്ന ഈ സ്ഥൂല ശരീരം അങ്ങയുടെ വ്യക്തം എന്ന് പറയപ്പെടുന്ന രൂപഭേദമാകുന്നു. വിഷയങ്ങളെ അനുഭവിക്കുന്നത് തന്നെ ഞങ്ങളെപ്പോലെ ശരീരഭാവനയോടുകൂടിയല്ല. വിഷയാനുഭവ സമയത്തിലും അങ്ങയുടെ പരമൈശ്വര്യ സ്വരൂപത്തിൽ തന്നെ, ജ്ഞാനാനന്ദ പ്രകാശ സ്വരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. വാസ്തവത്തിൽ വ്യക്തമായ ശരീരത്തിൻ്റെ ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്ന അങ്ങ് സർവകാരണഭൂതനും ജന്മാദി വികാരങ്ങളില്ലാത്തവനുമായ അവ്യക്ത സ്വരൂപനാകുന്നു. അനന്താവ്യക്തരൂപേണ ഏനേതമഖിലം തദം ചിദച്ചിശക്തിയുക്തായ തസ്മൈ ഭഗവതേ നമഃ. അപരിച്ഛിന്നമായും അവ്യക്തവുമായിരിക്കുന്ന യാതൊരു സ്വരൂപത്താൽ അഖില പ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്നത് അങ്ങാകുന്നു. വിദ്യ, അവിദ്യ എന്ന 2 വിഭാഗത്തോടുകൂടിയ മായയെ അംഗീകരിച്ചും 6 വിധ ഗുണങ്ങളാൽ പരിപൂർണനുമായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. മായയെ അംഗീകരിച്ചതിനാൽ സ്വരൂപത്തോടുകൂടിയും മായയെ അതിക്രമിച്ചിരിക്കയാൽ സ്വരൂപരഹിതനും ആയിരിക്കുന്നതിൽ വൈഷമ്യമോ അസംഭാവ്യതയോ ഇല്ല. യദി ദാസ്യസ്യ ബിമതാൻ വരാൻ മേ വരദോത്തമ ഭൂതേഭ്യസ്തുതി സൃഷ്ടേഭ്യോ മൃത്യുർമാ ഭൂൻ മമ പ്രഭോ. ഇപ്രകാരം സ്തുതിച്ചിട്ട് പ്രസന്നനായ ബ്രഹ്മാവിനോട് വരം ചോദിക്കുന്നു. ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവരിൽ വെച്ച് ഉത്കൃഷ്ടനായിരിക്കുന്ന ഈശ്വര, അങ്ങ് എൻ്റെ ആഗ്രഹങ്ങളെ നൽകുവാൻ കരുണയുള്ളവനായിരിക്കുന്ന പക്ഷം അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട ഭൂതങ്ങളിൽ നിന്ന് എനിക്ക് മരണമുണ്ടാകാതിരിപ്പാനുള്ള വരം നൽകണം. നാന്തർബഹിർദിവാ നക്തമന്യസ്മാദഭിചായുധൈഹി ന ഭൂമൗ നാംബരേ മൃത്യുർ ന നരേർന മൃഗൈരഭി. ഗൃഹാദികളുടെ ഉള്ളിലും പുറത്തും വെച്ചും പകൽ സമയത്തും രാത്രിയിലും അങ്ങയുടെ സൃഷ്ടിയല്ലാത്തതും ദക്ഷാദി പ്രജാപതികളാൽ സൃഷ്ടിക്കപ്പെട്ടതുമായ ഭൂതങ്ങളിൽ നിന്നും ആയുധങ്ങൾ കൊണ്ടും ഭൂമിയിൽ വെച്ചും ആകാശത്തിൽ വെച്ചും മനുഷ്യരാലും മൃഗങ്ങളാലും എനിക്ക് മരണമില്ല എന്നുള്ള വരം നൽകണം. വ്യസുബിർവാ സുമദ്ബിർവാ സുരാസുരമഹോരഗൈഹി അപ്രതിദ്വന്ദ്വതാം യുദ്ധേ ഐകപത്യം ച ദേഹിനാം. പ്രാണരഹിതങ്ങളായ പാഷണാദികളാലും പ്രാണനുള്ളവരായ ദേവന്മാർ, അസുരന്മാർ, മഹാസർപ്പങ്ങൾ ഇവരാലും എനിക്ക് മരണമില്ലാതിരിക്കണം. യുദ്ധത്തിൽ എന്നോട് സമാനനായിട്ട് ഒരുവനും ഇല്ലാതിരിക്കണം. സകല ശരീരികൾക്കും ഞാൻ മാത്രമായിരിക്കണം അധിപൻ. സർവേഷാം ലോകപാലാനാം മഹിമാനം യഥാത്മനഃ തപോയോഗപ്രഭാവാണാം എന്നരിഷ്യതി കർഹ്യജിത്. സർവ്വലോകപാലകന്മാർക്കുള്ള മഹിമ അങ്ങയ്ക്കുള്ളതുപോലെ എനിക്കുമുണ്ടാകണം. തപസ്, യോഗം എന്നിവ നിമിത്തം മഹിമയോടുകൂടിയ അണിമാദികളായ യാതൊരു ഐശ്വര്യവും ഏതുകാലത്തും നശിക്കാതിരിക്കുന്നുവോ അതെനിക്കുണ്ടാകണം. 3-ാമത്തെ അധ്യായം സമാപിച്ചു. 4-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.